ഡീൽ അച്ഛനെ കാശ് കൊടുക്കാൻ പറ്റ എനിക്ക് 2 പഴം കൂടെ വേണം. കൊടുക്ക് കൊടുക്ക് തിന്നട്ടെ. അടിപ്പടലേന്ന് എടുക്ക്. എന്നാ നോക്കണത്? പിടിച്ചില്ലേ? വെറുതെ എന്റെ കൈ മെനക്കെടുത്തരുത് കേട്ടോ. എടുക്ക. എത്രയായി? 12. നോബലാശ 12. ലൈസൻസ് കോടതിയിൽ നിന്ന് കിട്ടാതെ വണ്ടി കയറാൻ ഒക്കുകയല്ല അല്ലേ? കൈ കാശൊന്നുമില്ല. പറ്റെല്ലാം കൂടെ 100 രൂപയായി കാണുമല്ലോ. ഈ മോതിരം ഇവിടെ ഇരുന്നോട്ടെ. ഉണ്ട്, എനിക്കൊരു 100 രൂപ എടുത്താ. ആ നോബിള് പോ. അല്ല ആശാനെ, നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഒരു അഭിമാനക്കാരൻ ഇറങ്ങിയിരിക്കുന്നു. നീ പണിക്ക് കയറുന്നത് വരെ ശാപ്പാടൊക്കെ ഇവിടുന്ന് മതി. പറ്റും കണക്കൊക്കെ ഞാൻ നോക്കിക്കോളാം. ആശാനെ പറയുന്ന അനുസരിക്ക്. സ്നേഹമുള്ളതുകൊണ്ടല്ലേ അല്ലറ ചില്ലറ കടങ്ങളും കടപ്പാടുകളും ഉണ്ടാകുന്ന എപ്പോഴും നല്ലതാ അല്ലേ ചേട്ടാ? ദേ, ഞാൻ നോബിളിന്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. നീ രൊക്കം കാശ് തരണം, ഇല്ലെങ്കിൽ പച്ച വെള്ളം പോലും ഇവിടുന്ന് കിട്ടത്തില്ല. അയ്യോ, അവിടെ തെറ്റി. ആശാനും ഞാനും ഒന്നാ. എനിക്ക് വേണ്ടി ആശാൻ മരിക്കും, ആശാന് വേണ്ടി ഞാൻ മരിക്കും അല്ലേ ആശാനെ? നെല്ല് അതൊക്കെ ശരി. പക്ഷേ നീ കഴിക്കുന്നതൊന്നും നിന്റെ ദേഹത്ത് പറ്റുന്നില്ലോടപ്പനെ. അതെ, ഞാൻ നല്ലതുപോലെ ആഹാരം കഴിക്കും, നല്ലതുപോലെ അധ്വാനിക്കും. അപ്പൊ ബോഡി എപ്പോഴും ഇതേപോലെ ഫിറ്റ് ആയിരിക്കും. വരട്ടെ ചോട്ടായി. ഒരു സുന്ദരിക്കോത പൂങ്കണ്ണീരും പൊഴിച്ചിരിക്കുകയാണല്ലേ. ആരെ കാണിക്കാൻ അടി നിന്റെ കണ്ണീര്? തന്തയും ചത്ത് എല്ലാ അസ്ഥിക്കുഴിയിലുമായി, എന്നിട്ട് അവിടെ കണ്ണീര് തോർന്നിട്ടില്ല. അതെങ്ങനെയാ? ഭൂമിയിലോട്ടൊന്ന് വീണപ്പോഴേ തള്ളെ കാലം കൊണ്ടുപോയി. നീ ഒന്ന് ഇടംവലം തിരിയാറായപ്പോ തന്തയും കൊണ്ടുപോയി. ഇനി നീ ഒരുത്തിയതിനൊക്കെ കാരണം നിന്റെ കീച്ചിക്കിന്നാരം കണ്ട് മതിമയങ്ങി ആമ്പിള്ളരാ നിന്റെ തന്തയെ തല്ലി കൊന്നത്. ഓ, 100 കൂട്ടം പണി ഇവിടെ കിടക്കുമ്പോഴേ അവിടെ ഒരു മോങ്ങല്. എടി, ബാക്കിയുള്ളവർ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ലെങ്കിലേ ഇവിടെ ഒരു പണിയും നടക്കത്തില്ല. കഞ്ഞി വാർത്തോടി. നീ ഉപ്പും കൂട്ടി ചോറുന്നോ? ലോറിക്കാര് സാമ്പാറും തോരനും വെച്ചോ? വെച്ചു. പപ്പടം അതും കാച്ചി. ആക്കാനും വേണ്ടി ഓക്കാനിക്കാനെന്ന മട്ടി. എടി, നീ ഒന്ന് കുളിച്ച് വൃത്തിയായിട്ട് ഇത്തിരി മനുഷ്യപ്പറ്റോടെ ചെന്ന് ചോറ് വിളമ്പി കൊടുത്താ ലോറിക്കാര് പിന്നെ വേറെ എവിടെയെങ്കിലും പോവോ? ഇപ്പൊ എല്ലാവന്മാരും താഴെ കമലത്തിന്റെ കടയിലാ. ഒരാഴ്ച കൂടെ ഞാൻ ക്ഷമിക്കും. അത് കഴിഞ്ഞാ എന്റെ പൊന്നുമോള് ഈ മറിയമ്മയുടെ തനി സ്വഭാവം കാണും. മിസ്റ്റർ നോബിൾ അല്ലേ? അതെ. ആരാ? ഞാൻ അഡ്വക്കേറ്റ് കൃഷ്ണകുമാറിന്റെ ഡ്രൈവറാണ്. നിങ്ങൾ അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് സാറ് പറഞ്ഞു. അതിനെന്താ, പോകുന്ന വഴിക്ക് എന്റെ വീട്ടിലൊന്ന് കയറിട്ട് പോവാം. കേസിന്റെ കുറച്ച് പേപ്പേഴ്സ് എടുക്കാറുണ്ട്. ഇതേതാ സ്ഥലം? എല്ലാം മനസ്സിലാവും, ചെല്ല്. ഒരുപാട് ബുദ്ധിമതി കളിക്കല്ലേ. ഞാൻ ചെറ്റയാ, അതുകൊണ്ട് ചെറ്റത്തരം വരുന്ന വരവ് കാണുമ്പോഴേ എനിക്ക് മനസ്സിലാവും. ചില്ലുപൊക്കിയ ഒരു കാറും മോന്ത തേമ്പിയ ഒരു ഡ്രൈവറും. എന്റെ പൊന്ന് ജഡ്ജിയമ്മേ, മോട്ടോർ സൈക്കിളിൽ പെട്രോൾ അടിക്കാൻ നിവൃത്തിയില്ലാത്തവൻ ആ കൃഷ്ണൻകുട്ടി വക്കീല്. വക്കീൽ ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത എനിക്ക് അത് ഞാൻ കാർ അയക്കുവോ? 100 വട്ടം ഞാൻ കണ്ടിട്ടുള്ള കാറായത്. എന്തെങ്കിലും പണ്ടാരടങ്ങട്ടെ എന്ന് കരുതി രണ്ടും കൽപ്പിച്ച് തന്നെയാ കയറി വന്നത്. എന്താ കാര്യം? സൂസൻ ഫെർണാണ്ടസ് വെറും ഒരു സ്ത്രീയാണ്. അവരോട് എന്തുമാകാന്നൊക്കെ പറഞ്ഞ് നിന്നെ തെറ്റിദ്ധരിപ്പിച്ചതാരാണ്? പരസ്യമായ ഒരു കള്ളവും പറഞ്ഞ് വ്യക്തിപരമായി എന്നെ ഇൻസൾട്ട് ചെയ്യാൻ ആരാ നിനക്ക് ധൈര്യം തന്നത്? എന്താണ് നിന്റെ ഉദ്ദേശം? ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. കോടതി വെച്ച് എല്ലാരും കൂടെ എന്നെ ഇട്ടങ്ങ് ചൊറിഞ്ഞു. എന്നാ തലക്കെട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് കരുതി ഞാൻ നിങ്ങൾക്കൊരു വീക്കും തന്നു. അത്ര തന്നെ, വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ഞാൻ പോവാ. നിക്കട അവിടെ. എന്നെ അപമാനിച്ചിട്ട് ഒരുത്തിന് അങ്ങനെ മിടുക്കനാവണ്ട. ഭീഷണിയാണോ? അങ്ങനെ കരുതിയാ എനിക്കൊരു വിരോധമില്ല. നിങ്ങൾക്ക് വിരോധമല്ലേ ഇല്ലാതുള്ളൂ, എനിക്കൊരു പുല്ലുമില്ല. നിങ്ങൾ വിചാരിച്ച എന്നെ എന്ത് ചെയ്യാൻ കഴിയും ജഡ്ജിമേ? ഈറ്റിലെത്തി നടന്നില്ല, പിന്നെയല്ലേ ലോറിത്താവളത്തില്. എടാ, ഒരു നടക്ക് പോയേക്കാന്ന് വെച്ചാ നിങ്ങൾ സമ്മതിക്കരല്ലേ?
ഓർമ്മയുണ്ടോ ഈ സാധനം? ഇതെങ്ങനെ നിന്റെ കൈ വന്നു? പെറ്റ മൂന്നിന്റെ അന്ന് എന്നെ നിങ്ങൾ കൊല്ലാൻ കൊടുത്തയച്ച് ഇതിനകത്താ. ചത്തില്ല ഞാൻ. പ്രായമായപ്പോ തണുപ്പിനിരിക്കട്ടെ എന്ന് കരുതി അരയെ കെട്ടി അവിടെ ഇവൻ എന്നെ സഹായിച്ചു. മൂലമറ്റത്ത് വെച്ച് കീഴ്നാവിക്കിട്ടൊരു കുത്തു കിട്ടി. ഹേശിയില്ല. അപ്പൊ ഞാൻ ഓർത്തു, ഇവനൊരു കൊള്ളാവുന്ന സാധനമാണല്ലോ. ഒരു രക്ഷ. ഇപ്പൊ എനിക്ക് നല്ല ധൈര്യമാ. അല്ലറ ചില്ലറ ഹേമദണ്ഡങ്ങളൊന്നും എനിക്ക് ടേശിയല്ല. പരീക്ഷിക്കാനൊന്നും നിൽക്കണ്ട. ലോറിത്താവളത്തിലെ 100 കണ്ണുകൾ കണ്ടതാ ഞാൻ ഈ കാറിൽ കയറുന്നത്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തിനാ കൂടുതൽ പറയുന്നത്? ചുമ്മാ ഊഹിക്ക്. വേറെ പണിയൊന്നുമില്ലല്ലോ. വരട്ടെ. അയ്യയ്യേ, ഒരു ഷാൾ പോകാൻ ഇത്ര വിഷമിക്കാതിരിക്കുന്നു. അതേ കളറിലുള്ള ഒരു 50 വേണോ? ഇപ്പൊ വാങ്ങാം. വേണോ? അതൊന്നും നഷ്ടപ്പെട്ടതിന് പകരമാവില്ലല്ലോ ലോറൻസ്. ക്രിസ്റ്റിയുടെ സമ്മാനമായിരുന്നു അത്. ക്രിസ്റ്റിയുടെ ഗന്ധമുണ്ടായിരുന്നു അതിന്. എന്റെ കുഞ്ഞിന് അവന്റെ അച്ഛന്റെ സാമീപ്യം അത് ഞാൻ എങ്ങനെ കൊടുക്കും ലോറൻസ്? നീ നേരം വെളുത്തപ്പോ തുടങ്ങി ഏത് ഇണ്ടാതുരത്തിൽ പോയി കിടക്കായിരുന്നടാ? കാര്യം എന്താ? വേലയും കൂലിയൊന്നും ഇല്ലാതെ എത്ര നാളാ ചായക്കടയിൽ പോയി നക്കി തിന്നാവുന്നാ നീ വിചാരിച്ചിരിക്കുന്നത്? ലൈസൻസ് ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് വണ്ടിയിൽ കയറുന്നത്? ആശാൻ പറയണത് പുളുമണിയുടെ ലൈസൻസ് ഇല്ലേ, ആ ബലത്തിൽ അങ്ങോട്ട് കയറാന്നാ. ശരിയാ. എന്നാൽ ഈ ഒരു ബുദ്ധി എനിക്ക് നേരത്തെ പോയില്ലെന്നുള്ളതാ. അത് ബുദ്ധിയുള്ളവർക്കേ തോന്നുള്ളൂ. നമ്മുടെ അച്ഛൻകുഞ്ഞി ചേട്ടനും ഡ്രൈവർ വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ നിന്റെ കാര്യം പറഞ്ഞു. അയാളത് സമ്മതിച്ചു. മോനെ, നീ സ്വന്തം തടി നോക്കിയില്ലെങ്കിലും വണ്ടി പൊന്നുപോലെ നോക്കുന്നവനാണെന്ന് എനിക്കറിയാം. അച്ഛൻ കുഞ്ഞേട്ടൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ബാങ്കിലെ കാശൊക്കെ നമുക്ക് തിരിച്ചടയ്ക്കാം. ഈ അവസരത്തില് എനിക്കിതൊരു വലിയ ഉപകാരമായി. വരട്ടെ ചേട്ടാ. അപ്പൊ വരട്ടെ ചേട്ടാ. ആശാനെ, ആ താക്കോലിങ് എന്ന് എന്തിനാ? വണ്ടിയുടെ കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്യാനാ. ആര്? നീയാ? എന്താ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കിളികളുടെ പണി ചെയ്താൽ മതി. നിന്റെ ലൈസൻസിന്റെ പേരും പറഞ്ഞ് ഡ്രൈവിംഗ് സീറ്റിന്റെ 7 അയലത്തെങ്ങാനും വന്നാലുണ്ടല്ലോ, അടിച്ച് നിന്റെ സിലിണ്ടർ കളയും. മണി, നീ ആകാശത്തിലെ പറവകളെ കണ്ടിട്ടില്ലേ? അവറ്റകൾ കിളിയായി ജനിക്കുന്നു, കിളിയായി മരിക്കുന്നു. നിന്റെയും ഗതി അത് തന്നെയാണ്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. തന്നെ പോലെ കൊരങ്ങനായി ജനിച്ചിട്ട് കഴുതയായി ജീവിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ഭേദം ഇത് തന്നെ. ഇവിടെ വണ്ടി നിർത്തല്ലേ ആശാനെ? അടി പാഴ്സലായിട്ട് വരും. അങ്ങനെയെങ്കിൽ അങ്ങനെ അനുഭവിക്കാനുള്ളത് നമുക്ക് രണ്ടുപേർ കൂടെ ഒരുമിച്ച് അനുഭവിക്കാം. അല്ല എന്താ? മോനിരിക്ക്. വേണ്ട. ചാക്കോ ചേട്ടനൊരു മകളുണ്ടല്ലോ. എന്താ അവളുടെ പേര്? ജാൻസി. അവളില്ല ഇവിടെ. ചോദിച്ചത് കേട്ടില്ലേ തള്ളേ? ജാൻസി എവിടെയെന്നോ?
അവള് പനിയായിട്ട് കിടക്ക. പനിയോ? അതെ, പകരുന്ന പനി. ആ, സാരമില്ല. വേണ്ട മോനെ, മാറുതല്ലേ? വേണ്ട മോനെ. ജാൻസി, 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 എടി പെണ്ണേ. അടുക്കരുത്, പെട്ട് ഞാൻ അപ്പനെ ഇല്ലാണ്ടാക്കിയിട്ട് വീട്ടിനകത്ത് ഇറങ്ങാമെന്ന് വിചാരിച്ച അത് നടക്കില്ല. തൊട്ടാ ഞാൻ കൊല്ലും. ആർക്ക് തൊടണോടി നിന്നെ? തൊടാനും പിടിക്കാനും വന്നൊന്നുമല്ല ഞാൻ. അങ്ങനെ നോബലിന് തൊടണമെന്നുണ്ടായിരുന്നെങ്കിൽ തന്തയുള്ള കാലത്ത് തന്നെ നിന്നെ ഞാൻ പൊക്കിയനെ. മനസ്സറിഞ്ഞോണ്ടല്ലെങ്കിലും ചാക്കോച്ചറ്റൻ മരിച്ചതിന് ഞാനും ഒരു കാരണക്കാരനായി. സഹതാവുണ്ട് എനിക്ക്, നിന്നോട് മാത്രം. അയാള് പോയിന്ന് വെച്ച് ഇവിടെ ചില ലാഭങ്ങളൊക്കെ ഉണ്ട്, അറിയോ? നഷ്ടം നിനക്ക്. ഇനി കഷ്ടപ്പെടാൻ പോകുന്നു നീയാ. എന്തെങ്കിലും ഒരു പരിഹാരം കയ്യിലുള്ള പോലെ ചെയ്യണമെന്ന് മനസാക്ഷി പറഞ്ഞു. അത് ചെയ്യാൻ വന്നതാ. ആര് തടഞ്ഞാലും ഇനി വന്നെന്നും ഇരിക്കും. വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ടെങ്കിൽ അർഹതയുള്ള ആർക്കെങ്കിലും ദാനം കൊടുക്കാം. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വരാൻ. പേരട്ട് തള്ളേ, തന്തേൻ തള്ളയില്ലാത്ത ആ പെങ്കൊച്ചിന്റെ അടുത്ത് രണ്ടാനമ്മ പോരി കാണിച്ചാലുണ്ടല്ലോ, ഞാൻ എന്റെ പിച്ചാത്തി പിടി അടക്കം നിങ്ങളുടെ ആടി വേറ്റി കുത്തി കയറ്റിക്കളയും. സൂക്ഷിച്ചോ. നോബിള് തന്നിച്ചു പോയതാണോ? ഇടി മൂദേവി, പണമാ മഹാലക്ഷ്മി. അത് പെരക്കകത്ത് വന്ന് കേറുമ്പോ വിട്ടുവെത്തി എടുക്കുന്നവരെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. എടി, നീ ഒന്ന് ചിരിച്ചോ കിണിഞ്ഞോ നിന്നാ അവൻ 10 or 200 തരികയിലായിരുന്നോടി. എന്റെ പൊന്നു മെമ്പറെ. എന്താ പ്രശ്നം പറയാൻ? മെമ്പർ ഒരു 5 മിനിറ്റ് മുമ്പ് വരേണ്ടതായിരുന്നു. ആ തെമ്മാടികൾ പിന്നെ വന്ന് പ്രശ്നം ഉണ്ടാക്കി. ആരെ? ആ നോബിള്. ചോദിക്കാനും പറയാനും ഉണ്ടായിരുന്ന ആളിനെ അവൻ വണ്ടി കയറ്റി കൊന്നിട്ട് പിന്നെ വന്നിരിക്കുക. 100-150 ഉലുവയും കൊണ്ട് പെണ്ണിന് വില പറയാൻ. ഞാൻ പെറ്റതല്ലേലും വളർത്തിയത് ഞാനാ. വീട്ടിലെത്തിയെടുത്തവള്. ഓഹോ, അവൻ അത്രയ്ക്കായല്ലേ? സഹോദരരെ, ഇത് ഈ ഭവനത്തിന്റെയും ഈ ടീ ഷോപ്പിന്റെയും മാത്രം പ്രശ്നമല്ല, നമ്മൾ ഇഞ്ചപ്പാറക്കാരുടെ മുഴുവൻ അഭിമാനത്തിന്റെയും പ്രശ്നമാണ്. നമുക്ക് വലിയ സഹോദര അമ്മയും പെങ്ങന്മാരും. ഒരണക്ക ലോറി ഡ്രൈവർ വന്ന് അങ്ങനെ അങ്ങോട്ട് കളിച്ചാൽ ശരിയാകത്തില്ലല്ലോ. തൊമ്മിക്കുഞ്ഞെ, എന്തോ വിളിച്ച് കൂട്ടരാക്കാൻ പറ്റി. ശരി മെമ്പറേ. ഈ കടുകുമാങ്ങ മാത്രം കൂട്ടിയാൽ ഇനി അങ്ങോട്ട് ഒന്നും ചെല്ലൂല്ല മറിയാമ്മേ. ജാൻസു നമ്മുടെ മീൻ ശരിയാക്കിയില്ലേ? ഞാൻ പോയി നോക്കിട്ട് വരാം മെമ്പറെ. ഒന്ന് വേഗം ആവട്ടടി. മണിക്കൂർ 1 ആയല്ലോ ഏന്ത്യാനി ഈ മീൻ വെച്ച് കൊണാപ്പിക്കാൻ തുടങ്ങിട്ട്. കുഞ്ഞമ്മേ, ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യ. അവര് തല്ലാനും കൊല്ലാനും ഒക്കെ നടന്നേച്ച് അവസാനം ചീത്തപ്പേരും കുറ്റമൊക്കെ നമ്മുടെ തലയിലായിരിക്കും. പൊന്നുമോള് കുഞ്ഞമ്മയെ ഉപദേശിക്കാണോ? തന്തയും കൊന്ന് മോളെയും കയറി പിടിച്ചേച്ച് പോയിരിക്കും അവൻ. അവൻ നാളെ എന്നെയും കയറി പിടിച്ചാലോ? 150 ഉലുവയും കൈക്കരുത്തും കണ്ടപ്പോ നിനക്ക് എന്നാടി പൂതി ഇളവിയോ? ചാച്ചനെ അയാളെ മനഃപൂർവ്വം കൊന്നൊന്നുമല്ല, വേറെ ആരാണ്ടൊക്കെ അതിന്റെ പുറയില്. പെണ്ണെ, ഒരുമാതിരി വക്കീല് കളിക്കല്ലേ. തവിക്കളിയെടുത്ത് കിറിക്കിട്ട് ഞാൻ പോറും. അയ്യടി. എന്നതാ മറിയാമ്മേ ജാൻസ് മോളുമായിട്ടൊരു കശപിശ? അവള് പാവമല്ലയോ, മഹാപാപം. പെണ്ണിന്റെ അഹമ്മതി കണ്ടില്ലേ? തല്ലാനും കൊല്ലാനും ഒന്നും പോകണ്ടാന്ന്. അവിടെ തന്തയെ കൊന്നത് വേറെ ആരാണ്ടാന്ന്. അവിടെ അമ്മയുടെ നായരായിരിക്കും. അല്ല പിന്നെ അറിയാമേ, ഇത് വല്ല പാലിലോ തേനിലോ കലക്കി ജാൻസൂന് കൊടുക്കേ. ഭാഷാണാറ്റാണോ? എനിക്ക് വയ്യ മെമ്പറെ. എടി, ജാൻസൂനെ പോലൊരു കിളിന്ത് ചരക്കിന് കുട്ടപ്പായി പാഷാണം കൊടുക്കൂടി മണ്ടി. ഇതിത്തിരി കാമ്പോസ ഉറക്ക ഗുളിക പൊടിച്ചത്. പെണ്ണ് തട്ടിപ്പോയ ഞാൻ തൂങ്ങും മെമ്പറെ. ഇല്ലല്ലേ,
അവള് നേരം വെളുക്കുന്നത് വരെ പോത്തുപോലെ കിടന്നങ്ങ് ഉറങ്ങി ഉറി പോലെ ഇങ്ങ് എണ്ണീറ്റ് വരും. നേരം വെളുക്കുമ്പോ പെണ്ണിന് കാര്യം മനസ്സിലാവും. പക്ഷേ ആളെ പിടികിട്ടത്തില്ല. നമ്മളങ്ങ് പറഞ്ഞു വരത്തും. നോബിള് രാത്രി വീട്ടിൽ ചാടി കയറി മറിയച്ചേടത്തിയെ തല്ലി താഴെ ഇട്ടേച്ച് ഉറങ്ങിക്കിടന്ന പെണ്ണിനെ ബലാത്കാരം ചെയ്തെന്ന്. ഒച്ചയും ബഹളവും കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരെല്ലാം കൂടി അവനെയും തല്ലിക്കൊന്ന് കൊക്കയിലും കളഞ്ഞു. എങ്ങനെ മെമ്പറിന്റെ ബുദ്ധിയാ ബുദ്ധി. ഇവിടുത്തെ ചാക്കോച്ചേട്ടന്റെ ശവം നോബിളിന്റെ തലയില്, ഇവിടുത്തെ പെണ്ണിന്റെ മാനവും നോബിളിന്റെ തലയില്. മോളെ, ഈടെയായിട്ട് മൂക്ക് നല്ല ക്ഷീണമുണ്ട്. മോളെ പാല് കുടിക്കേ. അതെ, ഇപ്പൊ ഞാൻ കഞ്ഞി കുടിച്ചേ ഉള്ളൂ. മനം മറിക്കുക എനിക്ക് വേണ്ട. ഒന്നുമില്ലെന്നേ, പാല് കുടിച്ച മനം മറിക്കോ? ദാ കുടിക്കും മോളെ, കുടിക്കും മോളെ. മറിയാമ്മ, ഓ എന്തോ ദാ വരുന്നേ. മറിയാമ്മ കൊടുത്തോ? ആ കൊടുത്തു. പിന്നൊരു കാര്യം, ആ പെണ്ണ് വാതിലും പൊട്ടിച്ച് കിടന്നാ പിന്നെ മുഴുവാതിരായിക്ക് എനിക്കൊരു മെനക്കേടായിരിക്കും. എന്തേലും സൂത്രം പറഞ്ഞ് നീ കൂടെ കയറി കിടന്നോ? മെമ്പർ ധൈര്യമായിട്ട് പൊയ്ക്കോ, മറിയാമ്മല്ലേ ഇവിടെ ഉള്ളത്. ഓക്കെ ഓക്കെ ഓക്കെ. ആഹാ, ഇതുവരെ മോള് പാല് കുടിച്ചില്ലേ? ഞാൻ ഛർദിച്ച കുഞ്ഞമ്മേനെ നോക്കിക്കോളൂ. പിന്നെ ഞാൻ നോക്കൂലേ? കുഞ്ഞമ്മ അല്ലാതെ മോക്ക് പിന്നെ ആരാ ഉള്ളത്? ഇതുപോലൊരു കുഞ്ഞമ്മ ലോകത്ത് ആർക്കും കാണൂല. ഇതൂടെ കുടിക്കും മോളെ. എന്തു മോളെ ഇടുക്കി. എനിക്ക് നല്ല ഉറക്കം വരുന്നു. കിടന്നോട്ടെ? ആ മോള് കിടന്നോ. ഞാനും ഇന്ന് ഇവിടെയാ കിടക്കാൻ പോന്നേ. ആ തടിച്ച് പിശാച് തള്ള. ഓ ചക്കര കുഴമ്പ്. കർത്താവേ, ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടോ?
എന്താടി പെണ്ണെ? അവിടെ അയാള് ആര്? ആ മെമ്പർ എന്നെ ഉപദ്രവിക്കാൻ വരുന്നു. അയ്യോ പോലെ അവിടെ അവര് നിങ്ങളെ കൊല്ലാൻ ആളെ കൂട്ടി നിൽക്ക. അത്രേ ഉള്ളൂ, നീ കേറ്. പെങ്ങളെ, ഇത് ബലാത്സംഗത്തിന്റെ സീസണാ. മുതുപാതിരാക്ക് ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ നിന്നാ പരുന്തും കാലേ പോവും. കേറുന്നെങ്കിൽ കേറ്. കേറണ്ട, അവിടെ തന്നെ നിന്നോ.